ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ഥിതി ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പൊതുവെ റിസ്ക് എടുക്കുന്നതിൽ വളരെ പിന്നോട്ടാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം ഇല്ല. അപ്പം പിന്നെ നമ്മൾ ഒരു വ്യക്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി രൂപ സർക്കാർ ചിലവഴിക്കുന്നുണ്ട്. അത് കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും സർക്കാർ പൈസ മുടക്കിയിട്ടാണ് നമ്മൾ 10-12 ക്ലാസ്സും മാത്രമല്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് വേണ്ടി ഒത്തിരി ഡിസ്കൗണ്ടുകൾ അവർ ചെയ്യുന്നുണ്ട്. ഒന്നാമത് യാത്രാ സൗകര്യം ഡിസ്കൗണ്ട്, സ്കൂൾ ബസ്സുകൾക്ക് ഡിസ്കൗണ്ട്, മറ്റ് പല എഡ്യൂക്കേഷൻ വരെ ഓരോ കാര്യത്തിൽ സർക്കാരിൻ്റെ നിന്നാണ് പൈസ ചിലവഴിച്ചിട്ടാണ് നമ്മൾ വിദേശത്തോട്ട് പോകുന്നവരുടെ കാര്യം പറഞ്ഞു. അവർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണമെന്ന് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് പ്രശ്നം. അപ്പോൾ മൈൻഡ് സെറ്റ്, നമ്മുടെ മലയാളികളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും റിസ്ക് എടുക്കാനായിട്ട് അവർക്ക് തയ്യാറല്ല. അവർ പുറത്തു പോകാൻ എത്ര രൂപ വേണേലും മുടക്കും. അവർക്കുള്ള റബ്ബർ തോട്ടവും മറ്റും ഒക്കെ പണയം വെച്ചും ഒക്കെ അവർ വിദേശത്ത് പോകും. നല്ല കാര്യം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ചിലവ് കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ. അപ്പോൾ ഇത് വിളിക്കാം. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ പുറത്തു പോകുന്നു. പിന്നെ അവർ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ ഫ്രാൻസിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ UK-യിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി താമസിക്കുന്നു. പിന്നെ ദുബായ് പോകുന്നു, സിംഗപ്പൂർ പോകുന്നു, അതൊക്കെ വേറെ ഏത് രാജ്യങ്ങളിലും പോയിക്കോട്ടെ. പക്ഷേ അവരവിടെ പോയി വളരെ ക്വാളിറ്റി ആയിട്ട് ജീവിക്കുന്നു ഇല്ലേ. പിന്നെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ നമ്മുടെ സിവിക് സെൻസ് അല്ലെങ്കിൽ പൗരബോധം എന്ന് പറഞ്ഞൊരു പ്രശ്നം എല്ലാവർക്കും നേരിടാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ആൾക്കാരും ഫാമിലിയായിട്ട് നല്ല പഠിത്തമുള്ളവരൊക്കെ, നല്ല IIT, നല്ല സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സൊക്കെ എല്ലാവരും നല്ല സാൻ ഫ്രാൻസിസ്കോയിലും മറ്റ് പ്രൊഫഷണലുകളിലും ഒക്കെ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നു. നേഴ്സുമാരാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നു. ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലോട്ട് ഒരു ഇരട്ടപ്പൗരത്വം ഇല്ല. അതുകൊണ്ട് അവർക്ക് പൗരത്വം ഉപേക്ഷിക്കേണ്ടി വരുന്നു, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ അത് അല്ല, നമ്മുടെ രാജ്യത്തോടൊരു സ്വല്പം സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ അവർ നമ്മുടെ നാട്ടിൽ ഒരു എല്ലാ വർഷവും ഒരു 2 ആഴ്ച വീതം നമ്മുടെ ഒരു വോളണ്ടിയറിങ് പരിപാടി ചെയ്യണം. ഒരു വോളണ്ടിയറായിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒക്കെ ഭാഗ്യം കിട്ടിയവരാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ നല്ല സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ കൊണ്ടുവരിക, കേരളത്തിൽ കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോൾ വേറൊരു സംഭവമുള്ളത്, ഒരു ബാർബി എന്ന് പറഞ്ഞ ഫൗണ്ടേഴ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈയിടെ കഴിഞ്ഞ ദിവസം കണ്ടു. ബാച്ചിലേഴ്സ് ഹൂ റിട്ടേൺ ടു ബിൽഡ് ഇൻ ഇന്ത്യ. പുറത്തു പോയി പഠിച്ചവരും പുറത്തു പോയി ജോലി ചെയ്തവരുമൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകളും മറ്റ് ബിസിനസ്സുകളുമൊക്കെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഒരു ഡിസ്ക്രിപ്ഷനാണ് ബാർബി ഫൗണ്ടേഴ്സ്. പക്ഷേ അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ടല്ലേ, പുറത്ത് പോയിട്ട് ആ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കണം. നാട്ടിലുള്ള മറ്റു പൗരന്മാർക്ക് ഈ ഭാഗ്യം കിട്ടാത്തവർക്ക്, പുറത്തു പോകാനായിട്ട് കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് പുറത്തു പോകാനായിട്ടുള്ള ഭാഗ്യം ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊക്കെ വിദേശത്തുള്ള കാര്യങ്ങൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഓരോ വർഷവും 2 ആഴ്ച വീതം ഇന്ത്യയിൽ വന്ന് വോളണ്ടിയർ പ്രവർത്തനം നടത്തുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളില്ല. ഇപ്പം കേരളം എന്ന് പറഞ്ഞാൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ മറ്റ് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ലിറ്ററേറ്റ് സംസ്ഥാനം കേരളമല്ല, വേറെ ഏതോ
ഐസ് വാൾ അവിടെയാണ്. അത് ഐ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമാണ്. ഐസ് വാളൊക്കെ വളരെ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഐ ഹാവ് ടു സെർച്ച് അഗെയിൻ. സോ ഐസ് വാൾ ഉൾപ്പെട്ട ആ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം, അല്ലെങ്കിൽ ലിറ്ററസി സാക്ഷരതയുള്ള സംസ്ഥാനം. കാരണം സാക്ഷരത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അക്ഷരം കൂട്ടി വായിക്കുന്നതിൽ മാത്രമല്ല, അക്ഷരം കൂട്ടി എഴുതുന്നതിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളുമുണ്ട്. അവിടെ ഹോങ്കിങ് ഇല്ല. നമ്മളൊരു ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഹോൺ അടിക്കത്തില്ല. പിന്നെ വനിതകൾക്ക് 12 മണി കഴിഞ്ഞിട്ടാണേലും അവർ വീട് വിട്ട് പുറത്തോട്ട് പോയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഒരു നൈറ്റ് വാക്കിന് പോകാം. അപ്പോൾ അവിടെ അങ്ങനത്തെ സൗകര്യങ്ങൾ. പിന്നെ അവിടെ ചെറിയ പെട്ടിക്കടകളും മാടക്കടകളും അല്ലെങ്കിൽ ചെറിയ വെജിറ്റബിൾ കടകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എപ്പോഴും ആൾക്കാർ ഉണ്ടാവണമെന്നില്ല. അവിടെ ഒരു UPI വെച്ചിട്ടുണ്ട്. UPI പിന്നിൻ്റെ QR കോഡും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് തന്നെ അവിടെ ആരുമില്ല. അവിടെ ഒരു ചെറിയൊരു ടിന്നും കാണും, അതിനകത്തോട്ട് പൈസ ഇട്ടാൽ മതി. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആ ഒരു സിസ്റ്റം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീടിൻ്റെ തൊട്ടുപുറയിൽ ഒരു നാരങ്ങയുടെ ചെടി എന്തോ വെച്ചിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഇല്ല. ആരോ അതിൽ നടന്നു പോയി, ആരോ അത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതാണ് കേരളത്തിലെ സ്ഥിതി. നമ്മളെ ഒരു ചെടി ആർക്കെങ്കിലും എവിടെയെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാനായിട്ട് ആർക്കെങ്കിലും ഉത്തരവാദിത്വം കൊടുക്കണം. അപ്പോൾ ഞാൻ വിദേശത്ത് പല കാര്യങ്ങളും കാണുന്നു. ഞാൻ വിദേശത്ത് ഇതുവരെയും പോയിട്ടില്ല. പക്ഷേ നമ്മളിത് ഇൻ്റർനെറ്റിൽ കൂടെ കാണുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും കാണുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം ഈ ചങ്ങനാശ്ശേരി 5 വിളക്കെന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടില്ലേ? ചങ്ങനാശ്ശേരി 5 വിളക്ക്, അവിടെയുള്ള ആ ലാമ്പ് കണ്ടു, നല്ല രസമല്ലേ? അപ്പം അതുപോലത്തെ ലാമ്പുകൾ എവിടെയും സ്ഥാപിക്കുക. പിന്നെ ചങ്ങനാശ്ശേരി 5 വിളക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജയറാം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സെറ്റൊക്കെ ഇട്ട് അവിടെ നല്ല മനോഹരമാക്കിയിരുന്നു. അതിനുശേഷം സിനിമാക്കാർ ആ സെറ്റ് പൊളിച്ചുകൊണ്ട് പോയി. അതിന് പകരം ആ സെറ്റ് അവിടെ ഇട്ടിരുന്നെങ്കിൽ, മുനിസിപ്പാലിറ്റി കുറച്ച് പൈസ കൊടുത്ത് ആ സെറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ മനോഹരമായേനെ. നല്ലൊരു സ്ഥലവും നല്ലൊരു കൾച്ചറൽ പോയിൻ്റ് ആയേനെ, സാംസ്കാരിക കേന്ദ്രമായേനെ അത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ. പിന്നെ വെതർ റെസിസ്റ്റൻ്റ് എല്ലാ കാലാവസ്ഥയിലും നിലനിൽക്കുന്ന ബെഞ്ചുകളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്, കസേരകൾ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എൻ്റെ ഇല്ല. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു പാർക്കുകൾ ഉണ്ടാവണം, കൂടുതൽ പാർക്കുകൾ. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുക. ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട്, അത്യാവശ്യം നല്ല റോഡുകളുമുണ്ട്. റബ്ബർ തോട്ടങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുന്നു. അതേസമയം റബ്ബർ തോട്ടമൊക്കെ വെട്ടിമാറ്റി പഞ്ചായത്ത് സ്ഥലം ലീസിനെടുത്തിട്ട് ഒരു പാർക്ക് പണിയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബസ്കിങ് സ്പോട്ടുകൾ വേണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിയാനോയെ പറ്റി വായിക്കുകയുണ്ടായി. നമ്മൾ ഈ ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ വീഡിയോസ് കാണുമല്ലോ, നമ്മൾ പിയാനോ ഒക്കെ, ഔട്ട്ഡോർ പിയാനോ ഉണ്ട്, വെതർ പ്രൂഫാണ്, മഴ പെയ്താലൊന്നും പ്രശ്നമില്ല. അപ്പം അങ്ങനെ ഉള്ള പിയാനോകൾ നമ്മുടെ നാട്ടുകളിലും ഇങ്ങനെ വെക്കണം. അതിന് സംരക്ഷണവും ക്യാമറയൊക്കെ വേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും അത് ഒരു ഔട്ട്ഡോർ എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ തീർച്ചയായിട്ടും ഔട്ട്ഡോർ പിയാനോ വേണം. അവിടെ ഇരുന്ന് എല്ലാവരും ഒന്നും പിയാനോ വായിക്കാനും. അതുപോലെ തന്നെ ബസ്കിങ് സ്പോട്ടുകൾ വേണം. ബസ്കിങ് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാനങ്ങൾ ആലപിക്കാനായിട്ടുള്ള വേദി, ഔട്ട്ഡോർ ആയിട്ടുള്ള വേദികൾ. അവിടെ നമ്മൾ പാട്ട് പാടുന്നു, ഗിറ്റാറുണ്ട്, പാട്ടുപാടാൻ മൈക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം ബസ്കിങ് വെന്യൂകൾ നമുക്ക് വേണം. പിന്നെ ഈ ഹെറിറ്റേജ് കൈൻഡ് ഓഫ് ലാമ്പുകൾ വേണം. ഈ ചങ്ങനാശ്ശേരി 5 വിളക്കിലെ പോലെ ഹെറിറ്റേജ് ലാമ്പുകൾ എല്ലായിടത്തും വേണം.
മനോഹരമാക്കാനായിട്ടാണ് ഒരു സ്ഥലം. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ഭാവന ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു രീതിയിൽ ഒരു സ്ഥലവും മനോഹരമാക്കുക. പിന്നെ വോൾ മ്യൂറൽസ് വേണം. വോൾ മ്യൂറൽസ് തന്നെയല്ല, നമ്മളത് ടൈൽസ് കൊണ്ടും നമുക്ക് മ്യൂറൽസ് ചെയ്യാനാകും. ടൈൽസ് കൊണ്ട് മ്യൂറൽ ആർട്ട് ചെയ്യാനാകും. അപ്പോൾ അതുകൊണ്ട് ചിത്രരചന, മ്യൂറൽ ആർട്ട് ടൈൽസ് കൊണ്ട് ചെയ്യുക. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഒരു ചിത്രം മനോഹരമായിട്ട് യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ഒന്നും ഇട്ടിട്ട് വളരെ മനോഹരമാക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ വെതർ പ്രൂഫായിട്ടുള്ള ബെഞ്ചുകൾ, ഇരിപ്പിടങ്ങൾ, ഇപ്പം അതൊക്കെ ഇടുക. അതൊക്കെ പണിത് അവിടെ ഇടുക, അല്ലെങ്കിൽ മേടിച്ച് അവിടെ വെക്കുക. അപ്പോൾ അതൊക്കെ കൂടുതൽ മനോഹരമാകും. പിന്നെ ഈ ഗുൽമോഹർ ചെടികളുണ്ട്, ഗുൽമോഹർ ചെടികളിലൊക്കെ വളർത്തുക. പിന്നെ ഒരു സ്ഥലം മനോഹരമാക്കാനായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നെയ്ബർഹുഡ് എല്ലാ വില്ലേജുകളിലും വേണം. 5 മിനിറ്റ് നെയ്ബർഹുഡ്. നമ്മളൊരു കടയുണ്ടെങ്കിലേ അടുത്ത് വീടുകൾ വരത്തുള്ളൂ. ഒരു കോഫി ഷോപ്പ്, ഒരു പിസ്സ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു മിനി വെർഷൻ, ഒരു ചെറിയ കട, അതല്ലേ ഗ്രോസറി സ്റ്റോർ. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പണിതിടുക. അങ്ങനെയൊക്കെ ആക്കിയാൽ പിന്നെ എല്ലാത്തിനും ഒരു കലാബോധമുള്ള ആൾക്കാരെ ഉപയോഗിച്ച് പണിയിക്കണം. അല്ലാതെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് മാത്രം ആയിക്കൂടാ. പിന്നെ നമ്മുടെ കേരളത്തിലൊരു റേസ് കോഴ്സ് ഉണ്ടോ? ബേസ്ബോളിന് ഇവിടെ പ്രാധാന്യമുണ്ട്, റഗ്ബിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പം ഫുട്ബോൾ വേൾഡ് കപ്പ് തന്നെ ലേറ്റാണ് മത്സരങ്ങൾ ഈ പ്രാവശ്യത്തെ. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ടെലികാസ്റ്റിംഗ് പാർട്ണർ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ മറ്റ് ഒളിമ്പിക് സ്പോർട്സുകൾ ഇവിടെ പ്രാധാന്യത്തിൽ പണിയിപ്പിക്കണം. അതിനൊക്കെയുള്ള വേദികൾ ഇവിടെ എടുക്കണം. ഒളിമ്പിക്സിൽ ഏതൊക്കെ സ്പോർട്സ് ഉണ്ടെന്ന് പഠിച്ച് അതിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യക്ക് മുന്നേറ്റം നടത്താം. അതിന് കേരളത്തിൽ നിന്ന് എത്ര ഒളിമ്പ്യൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാ സ്പോർട്സിലും നമ്മൾ ട്രൈ ചെയ്യണം. ഇവിടെ വേദികളില്ലെങ്കിൽ ഉള്ളിടത്ത് പോയി നമ്മൾ പരിശീലിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അവസാനമായിട്ട് പറയട്ടെ, നമ്മൾ കൂടുതലും വോളണ്ടിയേഴ്സ് വേണം. വോളണ്ടിയേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ വിദേശത്ത് പോയിട്ടുള്ളവർ തിരിച്ചു വരിക. പിന്നെ ബാംഗ്ലൂർ പോലെയുള്ള ടൗണുകളിൽ സിറ്റികളിൽ പോയിട്ടുള്ളവർ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരിക. അതിനൊരു സപ്പോർട്ട്, ഒരു ഇക്കോ സിസ്റ്റം വരും. അതിന് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അതിന് കുറച്ചുകൂടി റിസപ്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക. പുറത്ത് കാണുന്ന ഏത് നല്ല കാര്യവും നമ്മുടെ നാട്ടിൽ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവരിക. എല്ലാവരും ഒരു 2 ആഴ്ച ഒരു കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു എല്ലാ വർഷവും 2 ആഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫീൽഡാണ്, നിങ്ങൾക്ക് ഇന്ത്യയെ എങ്ങനെ മികച്ചതാക്കണം, ആ രീതിയിൽ നിങ്ങളത് വോളണ്ടിയർ വർക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ, സീ യു ലേറ്റർ. ഓക്കെ, ബൈ ബൈ.